ഇത് ജന്തർ മന്ദിറിൽ നിന്നുള്ള രംഗമാണ്. നമ്മുടെ ചെറുപ്പക്കാരുടെ ആവേശത്തിന് യാതൊരു തെല്ലും കുറവൊന്നുമില്ല. ഇന്ത്യയുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ജനങ്ങള് ഒഴുകുകയാണ്. യഥാർത്ഥത്തില് ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും മാത്രമല്ല, അവരുടെ മാതാപിതാക്കൾ പോലും ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ സമീപകാല അനുഭവത്തിൽ ഇത്രയും ആവേശം, നിശ്ചയദാർഢ്യമുള്ള ഒരു സമരക്കാരെ കണ്ടു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ ഇവിടെ നിന്ന് പിന്നോട്ടില്ല. മാത്രമല്ല, പോലീസിന്റെ കിരാത നടപടിയിൽ ഗുരുതരമായ പരിക്ക് ഉള്ള ആൾക്കാർ പോലും വീൽ ചെയറുകളിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. ഇവർ ചേരിക്കുന്നൊരു പരിപാടിയുണ്ട്. ഇപ്പൊ ഡൽഹി പോലീസിന്റെ പുതിയ ദൗത്യം എന്ന് പറയുന്നത് ഈ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്യുക. എന്താ കാരണം വെച്ചാൽ ചെറുപ്പക്കാരുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധം എന്ന് പറയുന്നത് ഇന്റർനെറ്റാണ്. അപ്പോൾ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങള്, സംസാരങ്ങള് ഒന്നും പുറം ലോകത്തെ അറിയിക്കില്ലല്ലോ എന്നുള്ള ധാരണയിലാണ് ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു മനോഗതിയുണ്ട്. അതായത് സർഗാത്മകതയുടെ, സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ ഒരു തനതായിട്ടുള്ള ഭാവം. ഒരുപക്ഷെ ഏതൊരു പൗരനും ആവേശം സൃഷ്ടിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള രംഗങ്ങളാണ് ഇവിടെയുള്ളത്. ഈ ഒരു സമരം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ സമസ്ത തലങ്ങളെയും ബാധിച്ചിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് ദേശത്തെ രക്ഷപ്പെടുത്താൻ ഉതകുന്നതാണ്. എന്നെ ഏറെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തൊരു കാര്യമാണ് നമ്മുടെ നരേന്ദ്രമോദി പാതിരാവിലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, പക്ഷെ മുമ്പ് ടെലിപ്രോംപ്റ്ററായിരുന്നു, ആ ടെലിപ്രോംപ്റ്ററിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. കർക്കശമായ നിലപാടാണ് സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. എന്നിട്ടിപ്പോ അമിത്ഷയെ കൊണ്ട് ഒരു ബില്ല് തയ്യാറാക്കിച്ചിട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കാനും തീരുമാനിച്ചു. അഭിനവ സർദാർ പട്ടേൽ എന്ന് പറഞ്ഞിട്ടല്ലേ ഈ അമിത്ഷാ ഭാരതീയ ന്യായ സംഹിത കൊണ്ടുവന്നത്. അപ്പൊ ആ ബില്ലൊന്നും, ആ നിയമമൊന്നും ഏശിയിട്ടില്ലേ? നിയമമല്ല പ്രശ്നം, നിയമം നടപ്പിലാക്കാനുള്ള ആർജവമാണ് ഇല്ലാതെ പോയത്. ആത്മാർത്ഥതയാണ് ഇല്ലാത്തത്, സുതാര്യതയാണ് ഇല്ലാത്തത്. ഒരുപക്ഷെ ഈ ചെറുപ്പക്കാരെ ഈ ഒരു സമരപഥത്തിലേക്ക് നയിച്ചത് ഈ സർക്കാരിന്റെ ആത്മാർത്ഥതയില്ലായ്മയും കെടുകാര്യസ്ഥതയും. I am coming from the parliament. Both the houses of the parliament are stalled and it's adjourned for Monday. We have told the government that till Mr. Dharmendra Pradhan resigns, parliament will not be allowed to function. Hum stall karega. We will stall the parliament. आंदोलन पार्लियामेंट में का अंदर और बाहर भी चलेगा. We will not backtrack an inch from this protest. मेरा क्या लिखा है? पढ़ा है क्या लिखा है? Protest is our right. हमारा हक है.